അച്ചായൻ്റെ പെണ്ണ്. നന്ദനിക്ക് തോന്നി ഇവർ തനിക്ക് വേണ്ടപ്പെട്ടവരാണോ എന്ന്. അപ്പോഴേക്കും വരുണും എത്തിയിരുന്നു. മാത്തച്ഛൻ വെളിയിലേക്ക് ഇറങ്ങി വന്നു. വരുണിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പപ്പ, അവൾ എന്തു പറഞ്ഞു? മോൾക്കൊന്നും മനസ്സിലായില്ല. ആരും ഒന്നും പറഞ്ഞില്ല. എങ്കിൽ അവർ സംസാരിക്കട്ടെ. നമുക്ക് അങ്ങോട്ട് മാറാം അല്ലേ പപ്പ? നീ ആദ്യം അകത്തേക്ക് കയറി വാ. ജസ്റ്റ് നമുക്ക് സംസാരിക്കാം. അവരെ പരിചയപ്പെടണ്ടേ? ഓക്കെ, എങ്കി വാ. അവൻ പപ്പയുടെ പിന്നാലെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. ഇത് എൻ്റെ മകൻ വരുൺ, മാത്തച്ഛൻ പറഞ്ഞു. ഹലോ. അയാൾ അവന് ഷെയ്ക്ക് ഹാൻഡ് നൽകി. എസ്റ്റേറ്റിൽ പോയിരിക്കുമായിരുന്നല്ലേ? അതെ. ഞങ്ങളെ മനസ്സിലായോ? പപ്പ പറഞ്ഞിപ്പോൾ. ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ആൻസി അവർക്ക് ചായയും പലഹാരവും ഒക്കെ ആയിട്ട് വന്നു. എങ്കിൽ നിങ്ങൾ ചായ കുടിക്ക്, നന്ദനിയുമായിട്ട് സംസാരിക്കൂ, മാത്തച്ഛൻ പറഞ്ഞു. ഏലിയാമ്മയുടെ കൈകൾ അപ്പോഴും നന്ദനയുടെ കൈത്തണ്ടയിലായിരുന്നു. ആൻസിയും വരണം, അതുപോലെ തന്നെ മാത്തച്ഛനും കൂടി അവിടെ നിന്നും മെല്ലെ മാറി. മോളെ, ഏലിയാമ്മ അവളെ വിളിച്ചു. ഞങ്ങളെ മോൾക്ക് മനസ്സിലായോ? ഇല്ല. അവൾ ചുമൽ കൂപ്പിച്ചു. മോളുടെ വല്യപ്പച്ചനും വല്യമ്മയുമാണ്. അവൾ അവരെ ഒരു നിമിഷം നോക്കി. മോൾക്ക് ഞങ്ങളോട് പിണക്കമുണ്ടോ? ഉണ്ടെന്നറിയാം. എൻ്റെ പൊന്നുമോൾ ഞങ്ങളോട് ക്ഷമിക്കണം, അവർ വിതുമ്പി. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, നീ എന്തെങ്കിലും ഒന്ന് പറ. നിന്റെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. എനിക്കൊന്നും മനസ്സിലായില്ല. മോളെ, വേണ്ട, എന്നോടൊന്നും സംസാരിക്കണ്ട. അങ്ങനെ പറയാൻ പറ്റുമോ മോളെ? പറ്റും. അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. വല്യപ്പച്ചൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. നിന്റെ മനസ്സിൽ ഞങ്ങളോട് തോന്നുന്ന മനോഭാവം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഒരുപാട് പൊറുക്കാനാവാത്ത തെറ്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. എല്ലാത്തിനും അത് പറയുകയും അവൾ അയാളെ കൈയെടുത്ത് വിലക്കി. വേണ്ട, ആരും എന്നോട് കൂടുതലൊന്നും പറയണ്ട. എൻ്റെ പപ്പയോടില്ലാത്ത ഒരു സ്നേഹവും എന്നോട് ആർക്കും വേണ്ട. അവളുടെ ശബ്ദം ചിലമ്പിച്ചു. മോളെ, നീ ഇങ്ങനൊന്നും പറയല്ലേ. എത്രയായാലും നീ ഞങ്ങളുടെ മകൻ്റെ കുഞ്ഞല്ലേ? വർഗീസ് തോമസ് അവളെ നോക്കി. പ്ലീസ്, എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. ദേവി ഇതെന്നെ കാണാൻ വരരുത്. അവൾ അവരുടെ നേർക്ക് കൈകൂപ്പി. നീ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമമാകും. ഏലിയാമ്മ കണ്ണുകൾ തുടച്ചു. എൻ്റെ പപ്പയെ അവസാനമായിട്ട് ഒന്ന് കാണാൻ പോലും നിങ്ങൾ ആരെങ്കിലും വന്നോ? ഇല്ലല്ലോ. എൻ്റെ പപ്പ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? പപ്പയോടില്ലാത്ത ഒരു സ്നേഹവും ആർക്കും എന്നോടും വേണ്ട. അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. മോളെ, വേണ്ടപ്പച്ച, എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. നീ എന്നെ അപ്പച്ചാന്നൊന്ന് വിളിച്ചല്ലോ, അത് മതി, അത് മാത്രം. അയാൾ അവളെ നോക്കി മന്ദഹസിച്ചു. പക്ഷേ അതിനും അവൾ മറുപടിയായി ഒന്നും പറഞ്ഞില്ല. അവർ കുറച്ച് സമയം കൂടി അവളോട് സംസാരിച്ചു. പക്ഷേ അവൾ ഒരു തരത്തിലും അവരോട് അടുക്കുവാൻ തയ്യാറായില്ല. അവർ ഉദ്ദേശിച്ചതിലും ഒരുപാട് അകലെയാണ് അവളുടെ മനസ്സെന്ന് അവർക്ക് തോന്നി. അപ്പോഴേക്കും മാത്തച്ഛൻ അവിടേക്ക് വന്നു, പിന്നാലെ ബാക്കിയുള്ളവരും. മോളെ, മാത്തച്ഛൻ അവളെ വിളിച്ചു. നിന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളൊക്കെ നീ അനുഭവിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷെ മോളെ, ഇത് നിന്റെ ഗ്രാൻഡ് പേരൻസാണ്. അവരോട് നീ ക്ഷമിക്കും മോളെ. പപ്പ, എനിക്കൊരു തരത്തിലും അംഗീകരിക്കാനാവില്ല പപ്പ. സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ പപ്പ ഇതെല്ലാം കാണുന്നുണ്ട്. ആ പപ്പയുടെ ആത്മാവ് വിഷമിക്കും. ഇല്ല മോളെ, ഒക്കെ നിന്റെ വെറും തോന്നലാണ്. അന്നങ്ങനെ സംഭവിച്ചതിൽ ഒരുപാട് പശ്ചാത്തപിച്ചതാണ് ഇവർ രണ്ടാളും. അതിനുവേണ്ടിയാണ് മോളെ കാണാൻ വേണ്ടി വന്നതും. നീ അപ്പം ഇങ്ങനെ പെരുമാറിയാൽ അവർക്ക് രണ്ടാൾക്കും വിഷമമാകില്ലേ? നന്ദു ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുകയാണ്. മോളെ, വളർത്തി വലുതാക്കിയ സ്വന്തം മകൻ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോകുമ്പോൾ ചെയ്യുന്നത് മാത്രം ഇവരും ചെയ്തുള്ളൂ. അങ്ങനെ കണ്ടാ പോരെ? മാത്തച്ഛൻ പ്രതീക്ഷയോടെ അവളെ നോക്കി. അങ്ങനല്ല പപ്പ, തെറ്റാർക്കും സംഭവിക്കും. അതിനിവർക്ക് മാപ്പ് കൊടുക്കായിരുന്നു. അതിനു പകരം എൻ്റെ പപ്പയെ ആട്ടി ഓടിച്ചു. ഒരു വട്ടമല്ല, പലവട്ടം. എൻ്റെ അമ്മ മരിക്കും വരെ പറഞ്ഞു എൻ്റെ പപ്പാടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു
ഞങ്ങൾ മൂവരും ഒരുമിച്ച് കുറവലങ്ങാട് വരണമെന്നുള്ളതെന്ന്. അത് ഈശ്വരൻ സാധിപ്പിച്ചില്ല. ഇവർ കാരണം. അങ്ങനെയുള്ള ഇവരെ എനിക്ക് വേണ്ട. എല്ലാവരും മാറി മാറി അവളോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവൾ ആ മുറി വിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. സാരമില്ല, ഞങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലമാണിതെല്ലാം. ഒക്കെ അന്നേരത്തെ ഓരോരോ തോന്നലുകൾ. ഇനി പറഞ്ഞിട്ടെന്താ? ഏലിയമ്മ പറഞ്ഞു. ഏയ്, അങ്ങനൊന്നും വിഷമിക്കണ്ട. എല്ലാം റെഡിയാക്കിയെടുക്കാം. ഞാൻ വാക്ക് തരുന്നു. വരണവർക്ക് ആത്മവിശ്വാസമേകി. മോനെ, അവളുടെ മനസ്സ് മാറുമെങ്കിൽ നീ അവളെയും കൂട്ടി ഞങ്ങളുടെ വീട്ടിൽ വരണം. കാറി കയറിയപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എല്ലാം ശരിയാകും, നിങ്ങൾ വിഷമിക്കണ്ട. എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവിടേക്ക് വരും. മാത്തച്ഛൻ അവരെ സന്തോഷത്തോടെ യാത്രയാക്കി. ആ കുട്ടി ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻസി ഉള്ളിലെ അങ്കലാപ്പ് മറച്ചു വെച്ചില്ല. ഇല്ല മമ്മി, അവളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് മതി ബാക്കി. എന്നാലും വരുൺകുട്ട, നമ്മൾ ഒരുപാട് നിർബന്ധിക്കുന്നത് ശരിയല്ല. അങ്ങനല്ല അമ്മമ്മച്ചി. ഞാൻ അവളോട് കുറച്ചുകൂടി കാര്യമായിട്ടൊന്ന് പറയാം, എന്നിട്ട് നോക്കാം. എടാ, ആ കൊച്ചേ വിശേഷമായിട്ടിരിക്കുന്നതാണ്. നീ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കരുത്. പറഞ്ഞേക്കാം. ആ, അത് നേരാ. നീ ധൃതി കൂട്ടണ്ട. അവൾക്ക് അവളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നീ നിർബന്ധിക്കാൻ പോകണ്ട കേട്ടോ. എൻ്റെ മമ്മി, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ അവളോട് കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കും. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം അവളെയും കൂട്ടി നമുക്ക് കുറവലങ്ങാട് വരെ പോകാം. എൻ്റെ മാത്തച്ഛ, ആ കുട്ടിക്ക് അവരോട് ഒട്ടും താല്പര്യമില്ല. അതാണ് അവൾ ഒരു തരത്തിലും അവരോട് അടുക്കാഞ്ഞത്. ഇനി ഇവൻ മര്യാദയ്ക്ക് ഇരുന്നാൽ പോരെ, വെറുതെ കൊച്ചിനെ വിഷമിപ്പിക്കാനായിട്ട്. അമ്മച്ചി, അവരെ കെട്ടിയോനും കെട്ടിയോളും അല്ലേ. അവൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പോവാ. അമ്മച്ചി ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് പോയി. അമ്മച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. നീ വെറുതെ സീനാക്കണ്ട കേട്ടോ മോനെ. എൻ്റെ പപ്പ, ഇതെന്നാ നിങ്ങൾ എല്ലാവരും കൂടി ബഹളം? എനിക്കറിയാം അവളോട് കാര്യങ്ങൾ പറയാൻ. നിനക്ക് പണ്ടേ കാര്യങ്ങളൊക്കെ പറയാൻ അറിയാലോ. മിടുക്കനാ നീ. ആ, ഇനി മമ്മി കൂടി തുടങ്ങിക്കോ. അതും പറഞ്ഞുകൊണ്ട് അവൻ റൂമിൽ പോയി. നന്ദു ജനലരികിൽ നിൽക്കുകയാണ്. പുറത്തു നിന്നുള്ള കാറ്റിൽ മുടിയെല്ലാം പാറിപ്പറക്കുന്നു. മനസ്സ് വേറെ എവിടെയോ അലയുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവന് ബോധ്യമായി. ഇടയ്ക്കൊക്കെ മിഴിനീരൊപ്പുന്നുണ്ട്. കുറച്ചു സമയം അവൻ അവളെ നോക്കി നിന്നു. അതിനുശേഷം റൂമിൽ കയറി വാതിലരിച്ച് ബോൾട്ടിട്ടു. ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു. എന്താണ് മാഡം ഇത്ര വലിയൊരു ആലോചന? ഏയ്, ഒന്നുമില്ല ചായ. ഞാൻ വെറുതെ. എന്നോട് കളവ് പറയണ്ട മുത്തേ. നിന്റെ വിഷമം കാണുമ്പോൾ എനിക്കറിയാം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കോ? എന്ത് വിഷമം? ജീവിതം മുഴുവൻ വിഷമമായിരുന്നു എനിക്ക്. ഇനി പ്രത്യേകിച്ച് എന്താ വിഷമം? അവൾ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ആഹാ, അങ്ങനെ ഇനി നിന്നെ വിഷമിപ്പിക്കാൻ ഈ അച്ചായനും പിന്നെ നമ്മുടെ കുഞ്ഞുവാവയും ഒരുക്കുമല്ല കേട്ടോ. അവൻ അവളുടെ വയറിൽ തഴുകി. അച്ചായൻ എന്നോട് ദേഷ്യമുണ്ടോ? അവൾ അവൻ്റെ കയ്യിലൊരു ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു. നിന്നോടോ? എന്തിന്? എൻ്റെ മുത്തിനോട് ദേഷ്യപ്പെടാൻ മാത്രം എന്നാ പറ്റി? അല്ല, ഇന്ന് അവരോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതൊക്കെ നിന്റെ മനസ്സിലെ വിഷമം കൊണ്ടല്ലേ? എനിക്കും മനസ്സിലാകും കുട്ടാ. സാരില്ല, പോട്ടെ. അതല്ല ഇച്ചായ, എൻ്റെ പപ്പയെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അതാരായാലും ശരി. എനിക്കറിയാം മോളെ, അങ്ങനെയൊക്കെ അവർ കാണിച്ചതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പൊറുക്കാനാവാത്ത തെറ്റ് നിന്റെ പപ്പ ചെയ്തിട്ടില്ലല്ലോ. അതെ അച്ചായ, അത്രയും വലിയ എന്ത് അപരാധമാണ് എൻ്റെ പപ്പ ചെയ്തത്? സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിച്ചു പോയില്ല. അവളെ അന്തസ്സായി താലി കെട്ടി കൂടെ കൂട്ടി. അത് പറഞ്ഞപ്പോൾ അവളെ കിതച്ചു. നന്ദൂട്ടി, നീ ഇങ്ങനെ വറീഡാവല്ലേ. അവർ വന്നു പോയി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നീ സങ്കടപ്പെട്ട് നമ്മുടെ കുഞ്ഞിന് ഒരു ദോഷവും വരുത്തരുത്. അവൾ മെല്ലെ കണ്ണുകൾ ഒപ്പി. നീ വാ, ഇവിടെ വന്നിരിക്ക്. അവൻ അവളെ പിടിച്ച് കട്ടിൽ കൊണ്ടുപോയി ഇരുത്തി. ആ അപ്പച്ചൻ്റെ മുഖച്ഛായയാണ് നിന്റെ പപ്പയ്ക്കല്ലേ? അതെ. പുള്ളി ഇത്തിരി ഗൗരവക്കാരനാണെന്ന് ഒറ്റ നോട്ടത്തിലറിയാം. പപ്പ പറഞ്ഞിട്ടുണ്ട്. ആണോ?
കണ്ടാൽ പറയല്ലേടി. ഉം. ആ അമ്മച്ചി ഒരു പാവാണെന്ന് തോന്നുന്നു. അതെ, അമ്മച്ചി പാവാണ്. പണ്ടെൻ്റെ വീട്ടിൽ പണ്ട് എൻ്റെ പപ്പയെ വീട്ടിൽ കയറ്റണമെന്ന് കുറേ പറഞ്ഞതാ. പക്ഷെ അപ്പച്ചൻ കേട്ടില്ല. എടി അതങ്ങനെ കാലമാണ്. പണ്ടത്തെ കാലത്തെ ആൾക്കാർക്കൊക്കെ ദേഷ്യം വല്ലാണ്ട് കൂടുതലാ. ഉം. നീ അവരോട് അങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് അവർ ഓർത്തില്ല. എൻ്റെ പപ്പയാണ് എനിക്ക് വലുത്, അല്ലാതെ അവരല്ല. ആ പോട്ടെ, സാരില്ല. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും മോളെ. ഇല്ല അച്ചായ, അത് അച്ചായനെന്നല്ല ആർക്കും മനസ്സിലാവില്ല. ഉം. അച്ചായനറിയാമോ, എൻ്റെ പപ്പ പോയ ശേഷം ഞാനും എൻ്റെ അമ്മയും തീർത്തും ഒറ്റപ്പെട്ടതായിരുന്നു. അമ്മാവൻ്റെ അമ്മായിയുടെ ആട്ടും തുപ്പും ഞങ്ങൾ അനുഭവിച്ച വേദനയും വിഷമവും അതാരോടും പറഞ്ഞാൽ മനസ്സിലാകില്ല. അവൾ തൻ്റെ കണ്ണുനീരൊപ്പി. മോളെ, നിന്നെ വിഷമിപ്പിക്കാനല്ല. ഏയ്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. വേണ്ട, ഇനി എൻ്റെ നന്ദു ഒന്നും പറയണ്ട. അതല്ല ചായ, അപ്പോൾ ഒന്നും തോന്നാത്ത കാണിക്കാത്ത സ്നേഹം എനിക്ക് വേണ്ട. എൻ്റെ പപ്പയെ വേണ്ടാത്തവരോട് എനിക്കെന്നും വെറുപ്പാണ്. സാരമില്ല, നീ അതൊക്കെ മറക്ക്. ഇന്നിങ്ങനെ ആരും ഇവിടെ വന്നുമില്ല, നിന്നെ കണ്ടുമില്ല. ഓക്കെ? ആ, എന്തെങ്കിലും ആവട്ടെ. എനിക്ക് പുതിയ ബന്ധമൊന്നും വേണ്ട ചായ. വേണ്ടെങ്കിൽ വേണ്ടടി കൊച്ചേ, പോകാൻ പറ. എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടുകാരെല്ലാവരും നിൻ്റെ ഒപ്പമുണ്ട്. അതുപോരെ? മതി. എനിക്കെൻ്റെ അച്ചായനും പപ്പയും മമ്മിയും സാറാമ്മയും ഒക്കെയുണ്ട്. എല്ലാത്തിനും ഉപരിയായിട്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മമ്മച്ചി. അത് മതി, അത് മാത്രം മതി അച്ചായ എനിക്ക്. അവൾ അവനെ ചാരിയിരുന്നു. നിനക്ക് ക്ഷീണമുണ്ടോ നന്ദു? അങ്ങനൊന്നുമില്ല. വൊമിറ്റിംഗ് ഉണ്ട് ഇടയ്ക്ക്, അത്രമാത്രം. ഏയ് അത് സാരമില്ല. ഗർഭിണിയായിട്ടൊന്ന് ഛർദ്ദിക്കുക പോലും ഇല്ലെങ്കിൽ എന്തോന്നടേ. പൊയ്ക്കുമിണ്ടാതെ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ അതെ, 100% ശരിയാണ്. ഡി വാടി, എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മതാടി. ഡേ, മിണ്ടാതിരിക്കുന്നേ. ഉമ്മച്ചി എങ്ങാനും വന്നാൽ കേൾക്കും. അവൾ അവൻ്റെ കൈത്തണ്ടയിൽ ആഞ്ഞു നുള്ളി. ഓ, എന്തോ ആടി ഇത്, വേദനിക്കുന്നു. ഇത്തിരി വേദനിക്കട്ടെ. അച്ചായൻ കുറച്ച് ദിവസമായിട്ട് ഷൈനിങ് ആണ്. പോടി കാന്താരി. പോടാ കുരങ്ങ. ഏ, കുരങ്ങനോ? നിന്റെ കെട്ടിയോനല്ലടി ഞാൻ. അവൾ ഉഷാറായി എന്നവന് തോന്നി. എന്താ കെട്ടിയോൻ കുരങ്ങ? അവൻ മുഖം വീർപ്പിച്ച് പിണങ്ങിയതുപോലെയിരുന്നു. അവൾ സോറി പറഞ്ഞിട്ടൊന്നും അവൻ്റെ പിണക്കം മാറിയില്ല. പിന്നീട് അവൾ അവനൊരു ഉമ്മ കൊടുത്തപ്പോഴാണ് അവന് സന്തോഷമായത്. അങ്ങനെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുകയാണ്. ഇടയ്ക്ക് 1-2 തവണ നന്ദനയുടെ വല്യപ്പച്ചനും വല്യമ്മയും അവളെ ഫോൺ വിളിച്ചു. ആൻസി നിർബന്ധിച്ചാൽ മാത്രം അവൾ 2 വാക്ക് സംസാരിക്കും, അത്രയേ ഉള്ളൂ. എസ്റ്റേറ്റിലെ എല്ലാ ജോലിക്കാർക്കും വരുണിനെ വലിയ കാര്യമാണ്. അവനും എല്ലാ തൊഴിലാളികളോടും ഒരു സോഫ്റ്റ് കോർണറൊക്കെയുണ്ട്. ആരുടെയെങ്കിലും വീട്ടിൽ ഒരു കല്യാണമോ മറ്റ് ചടങ്ങുകളോ ഒക്കെ വന്നാൽ വരുൺ അവരെ സഹായിക്കും. അതുകൊണ്ട് അവരൊക്കെ ആത്മാർത്ഥമായിട്ടാണ് ജോലിയെല്ലാം ചെയ്യുന്നത്. ഇതിനോടിടയ്ക്ക് റോഷനും ഭാര്യയും അവധി കഴിഞ്ഞ് തിരികെ പോയിരുന്നു. വിശേഷമൊന്നും ആകാത്തതുകൊണ്ട് എല്ലാവർക്കും വിഷമമായിരുന്നു. ആൻമരിയെ കണ്ടോ? അവിടെ ചെന്ന് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ നിനക്ക് വിശേഷം ഉണ്ടാകും. ഇറങ്ങാൻ സമയം നന്ദന അവളോട് മന്ത്രിച്ചു. ആൻമരി അവളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഒരമ്മയാവാനുള്ള അവളുടെ മനസ്സിൻ്റെ വെമ്പൽ അതെത്രയാണെന്ന് ആ കണ്ണുനീരെല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. നന്ദനയ്ക്കിത് 5-ാം മാസമാണ്. ആൻസിയാണെങ്കിൽ സദാസമയവും എല്ലാ പരിചരണവും നൽകി അവളെ നോക്കും. നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവളാണെങ്കിൽ ഇപ്പോൾ തുടുത്താണ് ഇരിക്കുന്നത്. എല്ലാ മാസവും ചെക്കപ്പിന് കൊണ്ടുവന്നത് ആൻസിയാണ്. സ്വന്തം മകളെ എന്നതുപോലെയാണ് ആൻസി അവളെ നോക്കുന്നത്. വരുണിന് പോലും ഒന്നും അറിയണ്ട. അമ്മമ്മച്ചിയാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കും. അവിയലും സാമ്പാറും പച്ചടിയും തീയലും ഒക്കെ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അമ്മമ്മച്ചിയാണ്. മാത്തച്ഛനാണെങ്കിൽ അവരാരെങ്കിലും മരുമകൾക്ക് എന്തെങ്കിലും കുറവ് വരുത്തുന്നുണ്ടോ എന്ന് നോക്കി നടത്തുകയാണ്. ചെറുപ്പം മുതൽ അനുഭവിച്ച എല്ലാ വിഷമങ്ങൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ ദൈവം പ്രതിഫലം തന്നത് ഇവരിലൂടെയാണെന്ന് നന്ദനയ്ക്ക് തോന്നി. ഇനിയും തന്നെ പരീക്ഷിക്കരുത് എന്നൊരു ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അങ്ങനെയിരിക്കും ഒരു ദിവസം
കൊട്ടാരത്തിൽ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ എത്തി. തുടരും.